അമ്മയുടെ പേരിൽ സംപ്രീതി എന്ന പേരിൽ ഇന്ന് അവരെ കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിന് കാരണഭൂതയായ ഏറ്റവും ബഹുമാന്യയായ അഭിവന്ധിയായ അമ്മ എന്ന് നമ്മൾ എല്ലാവരും ആദരവോടുകൂടി വിശേഷിപ്പിക്കുന്ന ശ്രീമതി പ്രീതി നടേശൻ അവർ കേരള കൗമുദി ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ കൂടിയായ ഇന്ന് കേരള കൗമുദി ദിനപത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ മികവുറ്റ സംഘാടകത്വവും നേതൃത്വവും വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ദീപു രവി ഉൾപ്പെടെ ഈ സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള അവാർഡ് ജേതാക്കളായ, പുരസ്കാര ജേതാക്കളായ മറ്റതിഥികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ നേരത്തെ ശ്രീ ബേബി ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ചടങ്ങിനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, കേരള കൗമുദി എന്ന ദിനപത്രം സ്ഥാപിതമായത്, ആരംഭിച്ചത് നമ്മുടെ മണ്ണിൽ നിന്നാണ്, ഈ ജില്ലയിൽ നിന്നാണ്. 115 വർഷങ്ങൾക്ക് മുമ്പ് 1911 ഫെബ്രുവരി മാസം 11 ശ്രീ CV കുഞ്ഞിരാമൻ അവർ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയിൽ നിസ്തുലമായ സംഭാവന ചെയ്ത ആ കുടുംബത്തിന്റെ കാരണവരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട CV കുഞ്ഞിരാമൻ അവരുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച് പിന്നീട് പത്രാധിപർ എന്ന അപരനാമധേയത്താൽ ഇപ്പോഴും എല്ലാവരും സാർവത്രികമായ സ്വീകാര്യത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ K സുകുമാരൻ അവർ തുടർന്നിങ്ങോട്ടുള്ള വിവിധ ഘടകങ്ങളിലൂടെ അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിലൂടെ ഇന്നും കേരള കൗമുദി ദിനപത്രം അത്യന്താധുനികമായിട്ടുള്ള ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളും അത്യന്താധുനിക നവസാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സാമൂഹ്യ നീതിയുടെ ജിഹ്വയായി ഇപ്പോഴും കേരള കൗമുദി ദിനപത്രം സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കേരള കൗമുദി ദിനപത്രത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു ദിനപത്രം കൂടിയാണ്. കേരള കൗമുദി ദിനപത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് ചോദിച്ചാൽ, ചാട്ടുളി പോലെ ഭരണകൂടത്തിനും അനീതിക്കുമെതിരായ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ദുഷ്ചെയ്തികൾക്കും അനീതിക്കുമെതിരായി അതിശക്തമായി പ്രതികരിക്കുന്ന, അതിനെ അതിജീവിക്കാൻ പര്യാപ്തമായിട്ടുള്ള മുഖപ്രസംഗങ്ങളാണ്. ആ മുഖപ്രസംഗങ്ങളുടെ ഉള്ളടക്കവും അതിൻ്റെ കാമ്പും അതിൻ്റെ ആഴവും ഇപ്പോഴും അതിൻ്റെ ഗൗരവം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രീ ദീപു രവിയുടെ നേതൃത്വത്തിലുള്ള സംഘാടക സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ പത്രാധിപ സുഹൃത്തുക്കൾക്ക് കഴിയുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗങ്ങൾ മാത്രം സത്യത്തിൽ പ്രസിദ്ധീകരിച്ചാൽ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ വഴികളും കേരളത്തിന്റെ വികാസ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളും അന്നുണ്ടായിരുന്ന സാമൂഹ്യ പശ്ചാത്തലവും കൃത്യമായി മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയുന്ന ഒരു ആധികാരികമായ ചരിത്ര ഗ്രന്ഥമായിരിക്കും കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഴുവൻ മുഖപ്രസംഗങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ നമുക്ക് ലഭിക്കുക. ആ നിലയിൽ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിൽ അഴിമതിക്കെതിരായി, സാമൂഹ്യമായ തിന്മകൾക്കെതിരായി, അനീതിക്കെതിരായി, അതിനേക്കാൾ ഉപരിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ നീതിയുടെ ജിഹ്വ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അടിച്ചമർത്തപ്പെട്ട അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എക്കാലവും നിലയുറപ്പിച്ചിട്ടുള്ള ഒരു ദിനപത്രം ഏത് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊരു നിമിഷം ആലോചിക്കാതെ പറയാൻ കഴിയും, അത് കേരള കൗമുദി ദിനപത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴും സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള ഇടപെടലുകളോ അവിഹിതമായ മാർഗങ്ങളോ സ്വീകരിക്കുന്നു എന്ന് കണ്ടാൽ അതിനുവേണ്ടി അവസാന നിമിഷം വരെ പൊരുതാൻ, ആ സാമൂഹ്യ നീതി അർഹതപ്പെട്ട വിഭാഗത്തിന് ആർജിക്കാൻ അവസരമൊരുക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിനപത്രം എന്നുള്ള നിലയിൽ ഇപ്പോഴും വേറിട്ട ദിനപത്രമായി കേരള കൗമുദി ദിനപത്രം കേരളത്തിന്റെ സമൂഹ മധ്യത്തിൽ നിലകൊള്ളുന്നു. അതിന്റെ 115ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ
ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്ക് ഏവർക്കും ആഹ്ലാദവും സന്തോഷവും പകരുന്ന കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത ഈ യോഗത്തിൻ്റെത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും അമരത്ത് വന്നിട്ട് ഏതാണ്ട് 30 വർഷക്കാലം 3 പതിറ്റാണ്ട് കാലം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായി അപ്രതിരോധ്യനായി നിലകൊള്ളാൻ കഴിഞ്ഞ അതിശക്തനായിട്ടുള്ള ഒരു സംഘാടകൻ, കരുത്തുറ്റ സംഘാടകൻ എന്നതിനപ്പുറത്ത് സാമൂഹിക രംഗത്തും അതുപോലെയുള്ള വിവിധ തലങ്ങളിലുമൊക്കെ തൻ്റെതായ അഭിപ്രായം ഒരു തരത്തിലുള്ള ഒരു ആശങ്കയും കൂടാതെ വെട്ടിത്തുറന്ന് പറയാനുള്ള ആർജവത്തോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിലും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും അമരക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തലുകളുണ്ട്, വിയോജിപ്പുകളുണ്ട്. ഞാനടക്കം ഞങ്ങൾക്കെല്ലാം വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, SN ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഈ കഴിഞ്ഞ 30 വർഷക്കാലം ശ്രീനാരായണ ട്രസ്റ്റിനും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിനും അതിന്റെ വളർച്ചയിൽ, വികാസത്തിൽ, വിദ്യാഭ്യാസ രംഗത്ത്, സാമുദായിക രംഗത്ത്, സംഘടനാ രംഗത്ത് അത്യുജ്വലമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന ചരിത്രമാണ് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശന് സുവർണ ലിപികളാൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാര സാക്ഷ്യപത്രം എന്നാണ് എന്റെ വിശ്വാസം. ആ 30 വർഷക്കാലത്തെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ശ്രീ R. ശങ്കറിന് ശേഷം, R. ശങ്കർ നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഈ മഹത്തായ SN ട്രസ്റ്റ് സ്ഥാപിക്കുകയും ഈ നിരവധിയായ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ R. ശങ്കറിന് ശേഷം ഇത്രയധികം വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, SNDP യോഗത്തിന്റെ സംഘടനാപരമായ ശക്തി, ഇതൊക്കെ എത്രയോ മടങ്ങ് വിപുലീകരിക്കുവാൻ, വളർത്തിക്കൊണ്ടുവരുവാൻ അതിശക്തമായ നേതൃത്വം കൊടുക്കുകയും അത്യുജ്വലമായ വിജയം കൈവരിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ചടുലമായ ചലനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത്യുജ്വലമായ വിജയം കൈവരിക്കുകയും ചെയ്തതിനെ ആദരിച്ചുകൊണ്ടാണ് രാഷ്ട്രം അദ്ദേഹത്തിന് പത്മഭൂഷൺ എന്ന ഏറ്റവും വലിയ ബഹുമതി നൽകിക്കൊണ്ട്, ദേശീയ തലത്തിലുള്ള അംഗീകാരം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ആ പത്മഭൂഷൺ ബഹുമതി പത്രം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കമുള്ള രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ആ പുരസ്കാരം കൈമാറിയത്. തീർച്ചയായും അതിൽ നാടിനാകെ അഭിമാനിക്കാൻ വക നൽകുന്ന, ആദരവാർജിച്ച, പ്രത്യേകിച്ചും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്ര ഭൂമിക എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തിന് നൽകുന്ന ഈ ആദരവിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കേരള കൗമുദിയുടെ വാർഷിക ദിനാഘോഷ വേളയിൽ തന്നെ നൽകുന്നു എന്നുള്ള സന്തോഷകരമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനുള്ള അതിയായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഈ നാടിന്റെ ആകെ പേരിൽ, നമ്മുടെ ആകെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ താങ്ങും തണലുമായി, കരുത്തായി, ശക്തിയായി, അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയുന്നവർക്കറിയാം, ഒരു നിഴലായി, നിശബ്ദമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും വികാസങ്ങളിലുമൊക്കെ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാന്യയായ ശ്രീമതി പ്രീതി നടേശൻ. ആ പ്രീതി നടേശൻ, ആ പ്രിയപ്പെട്ട അമ്മയെ കുറിച്ചാണ് ഇന്ന് ഞാൻ കണ്ടില്ല, കേരള കൗമുദി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സംപ്രീതി എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീമതി പ്രീതി നടേശൻ അവർക്കും ഇതോടൊപ്പം പ്രത്യേകമായി ആശംസകൾ, അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ നഗരത്തിലേക്ക്, ഈ സംരംഭത്തിലേക്ക് കടന്നു വന്ന ആദരണീയനായ കേരളത്തിന്റെ ഗവർണർ ബഹുമാനപ്പെട്ട അൽഗേക്കർ അവരെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.